സംസാരിക്കാൻ കഴിവുള്ളവർ സംസാരിക്കും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ സംസാര വിഷയം മറ്റൊരുവനെക്കുറിച്ചുള്ള പരദൂഷണമായാലോ പലരും നിശബ്ദരാകി എന്ന് വരാം. ഒരിക്കൽ ഒരാശ്രമവാസിയായ യുവാവ് ആ മഠത്തിൻ്റെ അധിപനോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മുറിയിൽ താമസിക്കുന്നവനെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കണം. അയാൾ രാത്രിയിൽ ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് പുകവലിക്കുന്നുണ്ട്. മുറിയിലാകെ പുകയും ദുർഗന്ധവുമാണ്. ആ മഠാധിപൻ പറഞ്ഞു: ഞാൻ അയാളെ മാറ്റിത്തരാം. നിങ്ങൾക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടി. പുകവലിയുടെ ദൂഷ്യം എനിക്കറിയാം. അതിനേക്കാൾ വലിയ മലിനീകരണമാണ് നിങ്ങൾ നടത്തുന്നത്. ഈ ഒരാഴ്ചക്കിടെ 10ാമത്തെ ആളിൻ്റെ കുറ്റമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിജ്ഞാനം പൊതുവെ പലർക്കും കുറവാണ്. അപവാദ ശേഖരണമാണ് ഒരു കൂട്ടരുടെ ഉത്സാഹം. അന്തരീക്ഷ മലിനീകരണത്തെക്കാൾ ഗുരുതരമാണ് മനസ്സിൻ്റെ മലിനത. ഒരാളെക്കുറിച്ചും ഒരു നന്മ പോലും കണ്ടെത്താൻ കഴിയാതെ വരുന്നതും അശുഭകരമായ വാർത്തകൾ മാത്രം ശ്രദ്ധയിൽപ്പെടുന്നതും നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ വൈകൃതമാണ്. ഗുണങ്ങൾ കണ്ടെത്തി പരസ്യമായി വാഴ്ത്തുവാനും പോരായ്മകൾ കണ്ടെത്തി രഹസ്യമായി തിരുത്തുന്നതുമാണ് സഹധർമ്മ ജീവിതം. സ്വകാര്യ വീക്ഷണ കോണുകളുടെ അരിപ്പയിലൂടെ കടന്നാണ് ഓരോ സംഭവവും പ്രചരിക്കുന്നത്. മറ്റൊരാൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രം വ്യക്തിവൈശിഷ്ട്യം നമ്മുടെ ഇടയിൽ എത്ര പേർക്കുണ്ടാകും? അവരെൻ്റെ കുറ്റങ്ങളുമായി ആളുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമല്ല, എൻ്റെ ബലഹീനത കൂടിയാണ്. എനിക്ക് അപവാദങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അത് കേട്ടതിന് ശേഷം ഒന്നുകൂടി ചേർത്തിണക്കി മറ്റുള്ളവർക്ക് ഇമ്പകരമായി കേൾക്കുവാൻ തക്കവണ്ണം പ്രചരിപ്പിക്കുന്ന രീതിയും പലരിലുമുണ്ട്. എൻ്റേതായ രീതിയിൽ ഞാനും ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് എന്നിലൂടെ അത് അടുത്ത അയാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ അത് പരദൂഷണമായി മാറുകയാണ്. ആ പരദൂഷണം വന്നിരുന്നു പറയുന്നവരോട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പ്രതികരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ആരും ദുഷ്പ്രചരകരുടെ അഭയകേന്ദ്രങ്ങളാകില്ല. ചെയ്ത തെറ്റുകൾ തിരുത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പ്രചരിക്കപ്പെട്ട തെറ്റുകൾ തിരുത്താൻ. ആരിലെത്തുമ്പോഴാണോ ഒരപവാദം അവസാനിക്കുന്നത് അയാളെ മഹാത്മാവ് എന്ന് വേണം വിളിക്കുവാൻ. പ്രിയരെ, ഒന്നുകൂടി ആലോചിച്ചു വേണം, ശരിക്കും ചിന്തിച്ചു വേണം മറ്റൊരാളിനെതിരെ നമ്മൾ വിരൽ ചൂണ്ടുവാൻ. ഒരുപക്ഷെ തൊടുത്തുവിടുന്ന അപവാദം മൂലം ആത്മഹത്യകൾ സംഭവിച്ചേക്കാം, ഒരു കുടുംബം തകർന്നേക്കാം, ഒരു ജീവിതം മുഴുവനും തകർന്നു പോകാം. യേശുക്രിസ്തു അതുതന്നെയാണ് പറഞ്ഞത്. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഒരുവന്റെ തെറ്റിനെ തിരുത്തുവാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായിത്തീരണം. പാപികളെ സ്നേഹിപ്പാൻ, ശത്രുവിനെ സ്നേഹിപ്പാൻ, ബലഹീനനെ സ്നേഹിപ്പാൻ തന്നെയല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? കല്ലിന് പകരം കല്ലും, തല്ലിന് പകരം തല്ലും, കണ്ണിന് പകരം കണ്ണും കൊടുക്കുവാനല്ല യേശുക്രിസ്തു ന്യായപ്രമാണവും ഒക്കെ പഠിപ്പിക്കുന്നത്. ആ പുതിയ നിയമത്തിൻ്റെ സ്നേഹമാകുന്ന ക്രിസ്തു നമ്മളിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളെ പ്രചരിപ്പിക്കുന്നവരായി തീരാതെ നല്ല ദൈവമക്കളായി തീരുവാൻ നമുക്ക് സാധിക്കും. അതിനായി
ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നല്ല ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.